പശ്ചിമേഷ്യയിലെ യുദ്ധം വേറൊരു തലത്തിലേക്ക് നീങ്ങുന്നു എന്നാണ് തോന്നുന്നത്. ഇപ്പോൾ ഇറാൻ ആക്രമണം തുടങ്ങിക്കഴിഞ്ഞു. ലെബനിലേക്ക് ഇസ്രയേൽ കരയുദ്ധം ആരംഭിച്ചു കഴിഞ്ഞു. അപ്പോൾ അമേരിക്കയും ഏതാണ്ട് രംഗത്ത് വന്നു കഴിഞ്ഞു. അപ്പോൾ മൊത്തം സംഘർഷാവസ്ഥ മാറി മറിയുന്നു എന്നാണ് മനസ്സിലാക്കുക. അതെ, ഇതിപ്പോൾ സംഭവിക്കുന്നത് യുദ്ധം അതിൻ്റെ യഥാർത്ഥ ലക്ഷ്യത്തിലേക്ക് കടന്നിരിക്കുന്നു എന്ന് വേണം കരുതാൻ. ഇസ്രായേൽ ഇതുവരെ നടത്തിക്കൊണ്ടിരുന്നത് കഴിഞ്ഞ കുറേ കാലമായി, കഴിഞ്ഞ ഒക്ടോബർ 7 തൊട്ട് അവസാനത്തെ ഒരു ഫേസിൽ, ഇതിനു മുമ്പേ നടക്കുന്നതാണ്. ഇറാൻ കഴിഞ്ഞ യുദ്ധമില്ലാത്തൊരു കാലം ഇറാനിൽ വളരെ ഇസ്രായേലിൽ യുദ്ധമില്ലാത്ത കാലം വളരെ കുറവാണല്ലോ. എല്ലാ കാലത്തും അവർ പ്രതിരോധത്തിൻ്റെ യുദ്ധത്തിലായിരുന്നു, എല്ലാ കാലത്തും പലതരത്തിൽ. പക്ഷേ കഴിഞ്ഞ ഒരു കൊല്ലമായിട്ട് അവർ നിരന്തരമായ യുദ്ധത്തിലാണ്. അതൊരു പുതിയ മുഖത്തോടെയാണ് ഇസ്രായേൽ അവതരിക്കുന്നത്. അവർ ഡിഫൻസിലല്ല, ഇപ്പോൾ ഒഫൻസിലാണ്. അപ്പോൾ അതിൻ്റെ ലക്ഷ്യം, ഇപ്പോൾ അവർ ഒക്ടോബർ 7 അവിടെ ചാവേറുകളായ ഹമാസ് നുഴഞ്ഞു കയറിയിട്ട് ആ രാജ്യത്തിൻ്റെ ഒടുവിൽ ഒരു പ്രകോപനമില്ലാത്ത സമയത്താണല്ലോ കയറിയത്. അന്ന് തുടങ്ങിയപ്പോൾ അവർ നമ്മൾ വിചാരിച്ചു ആ നുഴഞ്ഞു കയറിയ തീവ്രവാദികളെ അവസാനിപ്പിച്ചിട്ട് അവർ യുദ്ധം അല്ല, അവിടെ നിർത്തിയില്ല എന്ന് മാത്രമല്ല, ഹമാസ് എവിടെയൊക്കെ കൂട് ഉണ്ടോ ആ എല്ലാ കൂടുകളും ആക്രമിക്കാൻ തീരുമാനിച്ചു. ഒന്ന്, അവർക്ക് ഒളിത്താവളമായിട്ട് ഗസയും പ്രത്യേകിച്ച് ഗസയും പിന്നെ വെസ്റ്റ് ബാങ്കും ഒക്കെ മാറുന്നുണ്ടെങ്കിൽ ആ പ്രദേശം കൂടി ആക്രമിക്കാനും കീഴ്പ്പെടുത്താനും അവിടുത്തെ സിവിലിയൻസിന് പരിക്കേൽക്കുന്നൊന്നും അന്ന് അവർ പരിഗണിച്ചിട്ടില്ല. അത് വലിയ ഒച്ചപ്പാടുണ്ടാക്കി, നിരപരാധികളെ കൊല്ലുന്നു, വലിയ കാഷ്വാലിറ്റീസ് ഉണ്ടായി. പക്ഷേ അതും ഒരു ഒരുക്കമാണ്. എന്തിനുള്ള ഒരുക്കം? ഫലസ്തീനെ സമ്പൂർണ്ണമായി ഇസ്രായേലിനോട് ചേർക്കാൻ എന്ന് പറഞ്ഞാൽ ഇപ്പോഴത്തെ യുദ്ധത്തിൻ്റെ താല്പര്യം ഇസ്രായേലിൻ്റെ സുരക്ഷ മാത്രമല്ല, ഇസ്രായേലിൻ്റെ വിപുലീകരണം കൂടിയാണ്. എക്സ്റ്റൻഷൻ ഓഫ് ദി കൺട്രി, എക്സ്പാൻഷൻ ഓഫ് ദി കൺട്രി, അതാണ് ഇപ്പോൾ ലക്ഷ്യം. അതിപ്പോൾ നടന്നുകൊണ്ടിരിക്കുകയാണ്. പലസ്തീനിൽ വ്യാപകമായി, അല്ലെങ്കിൽ പലസ്തീനിലേക്ക് പോയിട്ട് ആയുധങ്ങൾ കൊണ്ട് യുദ്ധം ചെയ്താൽ പോലെ അങ്ങനെയല്ല, ഇസ്രായേലിയരെ കൊണ്ടുപോയി, ഇസ്രായേൽ പൗരന്മാരെ കൊണ്ടുപോയി പലസ്തീൻ്റെ വ്യത്യസ്തങ്ങളായ പ്രദേശങ്ങളിൽ വിന്യസിച്ചിട്ട് അവിടെ സർക്കാർ പിന്തുണയോടുകൂടി, ഇസ്രായേൽ സർക്കാരിൻ്റെ പിന്തുണയോടുകൂടി താമസിപ്പിക്കുക. അവരുടെ അയൽ രാജ്യം എന്ന് വിളിക്കാവുന്ന രാജ്യത്തിൻ്റെ അംഗീകാരമൊന്നും ഇല്ലെങ്കിലും ആ രാജ്യത്ത് കൊണ്ടുപോയി താമസിപ്പിച്ചിട്ട് പലസ്തീൻ പ്രദേശത്തെ മുഴുവനായിട്ട് ഇസ്രായേലാക്കി മാറ്റാനുള്ള ഒരു ഭാഗം. 2, ലെബനോണിൻ്റെ തെക്കൻ തീരത്തിൽ, തെക്കൻ ലെബനോൺ കേന്ദ്രീകരിച്ചിട്ട് ലെബനോണിൻ്റെ അതിർത്തിയിൽ നിന്നുകൊണ്ട് ഹിസ്ബുള്ള തീവ്രവാദികൾ തൊട്ടിപ്പുറത്തെ അതിർത്തിക്കിപ്പുറത്ത് ഒരു സമാധാനത്തോടെ ജീവിച്ചിരുന്ന ഇസ്രായേൽ പൗരന്മാരെ നിരന്തരമായിട്ട് ആക്രമിക്കുന്നു, എത്രയോ വർഷങ്ങളായിട്ട്. അതുകൊണ്ട് അവിടുന്ന് ആയിരക്കണക്കിന് ജൂതന്മാർക്ക്, ഇസ്രായേൽ പൗരന്മാർക്ക് അവിടുന്ന് കുടിയൊഴിച്ചു പോകേണ്ടി വന്നിട്ടുണ്ട്. ഇപ്പോഴത്തെ അജണ്ട, ഇസ്രായേലിൻ്റെ അജണ്ട 2ആണ്. 1, ആ കുടിയൊഴിച്ചു പോയ സ്വന്തം പൗരന്മാരെ സുരക്ഷിതമായി അവിടെ കൊണ്ടുവന്ന് തിരിച്ചു പാർപ്പിക്കുക. എവിടെ? സ്വന്തം രാജ്യത്ത്, ഇസ്രായേലിന് അകത്ത്. അതോടൊപ്പം അവർക്ക് ഭീഷണി ഉയർത്തിയിരുന്ന ലെബനോൺ, തെക്കൻ ലെബനോണിലെ ഹിസ്ബുള്ള പ്രദേശമുണ്ടല്ലോ, ആ പ്രദേശത്തിന് നോട്ടീസ് കൊടുത്തു, ഞങ്ങൾ ആക്രമിക്കും. എത്രയോ കാലം നോട്ടീസ് കൊടുത്തിട്ടുണ്ട്, കുറച്ച് മുമ്പ് തന്നെ. അവരോട് പൊയ്ക്കോളാൻ പറഞ്ഞു എന്ന് മാത്രമല്ല, അപ്പോൾ അവരോട് അവിടുന്ന് ഒഴിഞ്ഞു പോയിക്കോളാം, ഞങ്ങളുടെ രാജ്യത്ത് സമാധാനക്കേട് ഉണ്ടാക്കിക്കൊണ്ട് നിങ്ങളവിടെ കഴിയണ്ട, ഞങ്ങളുടെ പൗരന്മാർ ഒഴിഞ്ഞു പോയിരുന്നിടത്ത് നിങ്ങൾ ഒഴിഞ്ഞു പോകണം. ഒഴിഞ്ഞു പോയതിന് പകരം അവരൊഴിഞ്ഞു പോകണമെന്ന് മാത്രമല്ല, ഒരു അജണ്ട കൂടി അതിനകത്തുണ്ട്. തെക്കൻ ലെബനോൺ പിടിച്ചടക്കുക എന്നൊരു ലക്ഷ്യം കൂടിയുണ്ട്. ഇനി ഒരിക്കലും അവിടെ കേന്ദ്രീകരിച്ചിട്ട് ഒരു ഹിസ്ബുള്ള ഇല്ലാതിരിക്കാൻ. അതാണ് ലെബനോണിന് നേരെ നടന്ന നീക്കം. 3, യമൻ എന്ന രാജ്യത്തിൻ്റെ, അറബ് രാജ്യത്തിൻ്റെ ദുർബലമായ, താരതമ്യേന ദരിദ്രമായ അറബ് രാജ്യത്തെ സമ്പന്നന്മാരായ 3 അറബ് രാജ്യങ്ങൾ ചേർന്ന് വീതിച്ചെടുത്തിട്ടുണ്ട്. ഹൂത്തി തീവ്രവാദികളെ ഉപയോഗിച്ചിട്ട് യമൻ്റെ വലിയൊരു പ്രദേശം ഇറാൻ്റെ കയ്യിലാണ്. ഇതിനെ പ്രതിരോധിക്കാൻ എന്ന വ്യാജേന സ്വന്തം പട്ടാളത്തെ അയച്ചു കൊടുത്തിട്ട് ബാക്കി വലിയൊരു പ്രദേശം സൗദി അറേബ്യയുടെ കയ്യിലാണ്. ബാക്കി വന്ന കുറച്ച് ഭാഗം UAE ചേർന്നായതുകൊണ്ട് അവരുടെ കയ്യിലുമാണ്. 3 സമ്പന്ന അറബ് രാജ്യങ്ങൾ ഒരു ദരിദ്ര അറബ് രാജ്യത്തെ കൊത്തി 3ആയി വീതം വെച്ച് എടുത്തിരിക്കുന്ന ഒരു സിറ്റുവേഷൻ ഉണ്ട്. ഹൂത്തി തീവ്രവാദികളെ അമർച്ച ചെയ്യാൻ യമനിലേക്ക് ഇസ്രായേൽ ആക്രമണം തുടങ്ങിയാൽ, അത് ആരംഭിച്ചു കഴിഞ്ഞിട്ടുണ്ട്. സംഭവിക്കാൻ പോകുന്നത്, ഹൂത്തികളെ വകവരുത്തുമ്പോൾ ആ പ്രദേശം ഇസ്രായേലിൻ്റെ കയ്യിലായി എന്ന് മാത്രമല്ല, ഇസ്രായേലിൻ്റെ ഒരു സാന്നിധ്യം യമനിൽ പ്രത്യക്ഷപ്പെട്ടാൽ ഒരു പക്ഷേ
UAEയും അറേബ്യയും ഇന്നത്തെ സാഹചര്യത്തിൽ ഇസ്രായേലിനോട് തിരിച്ചടിക്കാൻ നിൽക്കില്ല. 2 കാരണം. ഒന്ന്, ഇസ്രായേൽ ശക്തമാണ് എന്നവർക്കറിയാം, പരിക്ക് പറ്റാൻ നിൽക്കില്ല. 2, ഈ 2 അറബ് രാജ്യങ്ങൾക്കും ഇസ്രായേൽ വേണ്ടപ്പെട്ടവരുമാണ്. അവരുടെ വികസന പ്രവർത്തനങ്ങൾക്ക്, അവരുടെ പുരോഗതിക്ക്, അവരുടെ ചാരപ്രവൃത്തിക്ക്, അവരുടെ സൈനിക ശക്തിക്ക് ഒക്കെ ഇസ്രായേൽ ആവശ്യമാണ്. അതുകൊണ്ട് യമനും ലക്ഷ്യം വെക്കുന്നു, യമൻ ടാർഗറ്റ് ചെയ്യപ്പെടുന്നു. ഇതിൻ്റെയൊക്കെ പിന്നിൽ പ്രവർത്തിക്കുന്ന അവശേഷിക്കുന്ന ഒരേ ഒരു ഇസ്രായേൽ വിരുദ്ധ ശക്തി ആരാണ് ലോകത്ത്? ഇറാനാണ്. ഇറാനും ആഭ്യന്തരമായി ദുർബലപ്പെട്ടിട്ടുണ്ട്. സാമ്പത്തികമായും സൈനികമായും ആഭ്യന്തരമായ പ്രശ്നങ്ങളാലും ഒക്കെ ദുർബലപ്പെട്ടിട്ടുണ്ട് ഇറാൻ. മാത്രമല്ല, പരമ്പരാഗതമായി ഇറാൻ വിപ്ലവത്തിന് ശേഷം ആയത്തുള്ള ഖുമൈനി തുടർന്നു വന്ന നയം മനുഷ്യവിരുദ്ധവും രാജ്യത്തിന് ഗുണകരമല്ലാത്തതുമാണ് എന്ന് അവിടുത്തെ പുതിയ ഭരണകൂടവും തിരിച്ചറിയുന്നുണ്ട്. ഖുമൈനിയിൽ നിന്ന് കാംനയിലേക്ക് ഒരുപാട് ദൂരമുണ്ട്. അപ്പോൾ ഇറാൻ എല്ലാ അർത്ഥത്തിലും ഇറാൻ പതറി നിൽക്കുകയാണ്. അപ്പം മറ്റേ സ്ഥലത്ത് ഈ ഗൾഫ് രാജ്യങ്ങളുടെ ഒരു പിന്തുണ ഇസ്രയേലിനുണ്ട്, പരസ്യമായ പിന്തുണ എന്ന് തന്നെ പറയാം അല്ലേ? അത് ഇസ്രയേൽ വന്ന് അത് നിരപ്പാക്കിക്കോട്ടെ, ബാക്കിയുള്ളിടത്ത് ഞങ്ങൾ സഹായിച്ചോളാം എന്ന് ഒരു ധാരണയുണ്ടെന്ന് വേണം കരുതാൻ. അല്ലെങ്കിൽ സഹായിക്കേണ്ട സമയം കഴിഞ്ഞില്ലേ? കഴിഞ്ഞ 1 കൊല്ലമായി ഇസ്രായേൽ നടത്തിയ ഏകപക്ഷീയമായ ആക്രമണം. ഏകപക്ഷീയം എന്ന് പറഞ്ഞാൽ പ്രകോപനം ഉണ്ടാക്കിയത് ഒക്ടോബർ 7-ന് ഹമാസിന്റെ തീവ്രവാദികളാണ് എന്ന് ശരിയാണ്. എന്നാൽ ഇസ്രായേൽ നടത്തിയ ആക്രമണത്തിൽ എത്ര മനുഷ്യരാണ് കൊല്ലപ്പെട്ടത്? അത് പലപ്പോഴും സിവിലിയൻസ് ആണല്ലോ ആദ്യഘട്ടത്തിൽ. ഇപ്പോൾ അവർ അഡ്വാൻസ്ഡായി. ഇസ്രായേലിന്റെ പോരാട്ട മുറ മാറി. ലക്ഷ്യം വെച്ചവനെ മാത്രം വകവരുത്താൻ പേജർ വാറുകൾ വന്നു, പുതിയ ആയുധങ്ങൾ വരുന്നു. ഒരാളെ ലക്ഷ്യം വെച്ചാൽ മറ്റൊരാൾക്കും പരിക്ക് പറ്റാതെ. ആറ്റം ബോംബ് എന്നാലോചിച്ചു. ഈ യുദ്ധത്തിൽ ഇപ്പോൾ ന്യൂക്ലിയർ വാർ നടത്താൻ ഇസ്രായേലിന് ബുദ്ധിമുട്ടുണ്ടായിട്ടല്ലല്ലോ, അവരത് ചെയ്യുന്നില്ല. കാരണം അത് ആ രാജ്യത്തെ ശിഥിലമാക്കും. 2 കാരണം കൊണ്ട്. ആ രാജ്യത്തെ ആകെ ചാമ്പലാക്കി കഴിഞ്ഞിട്ട് പരാജയപ്പെടുത്താൻ വേണ്ടി മാത്രമല്ല, ആ രാജ്യത്തിന്മേൽ കൂടി ഇവർക്ക് കണ്ണുണ്ട്. അതുകൊണ്ട് ആ രാജ്യം നശിപ്പിക്കാൻ അവിടുത്തെ ഒരൊറ്റ അസറ്റും തകർക്കാൻ പാടില്ല. എന്നാൽ തീവ്രവാദികളാരോ, ഇവരുടെ ശത്രുപക്ഷത്തുള്ളവരാരോ, അവരെ മാത്രം തിരഞ്ഞു പിടിച്ച് മാത്രമേ കൊല്ലുകയുള്ളൂ. ലോക രാജ്യങ്ങളുടെ മുമ്പിൽ ഇറാൻ ഇടയ്ക്കൊന്ന് അപഹാസ്യരായിരുന്നു. ആ ഹമാസിന്റെ ഒരു നേതാവിനെ കൊന്നപ്പോഴുൾപ്പെടെ ഇസ്മായിൽ ഹനിയെ. എന്നിട്ടും ഇവർ ഹിസ്ബുള്ളയ്ക്ക് സഹായമൊക്കെ ചെയ്തു കൊടുത്തു. ഒടുവിൽ സഹികെട്ട് ഇസ്രയേൽ ഹിസ്ബുള്ളയെ തീർത്തു. എന്നിട്ട് പറഞ്ഞു, ഇറാനിലെ ഓരോ ഇഞ്ച് സ്ഥലവും ഞങ്ങൾക്കറിയാം, ഞങ്ങളുടെ അടുത്ത് വെറുതെ ചൊറിയാൻ വരണ്ട എന്ന് പറഞ്ഞു. എന്നിട്ടും ഇറാൻ 100-150 മിസൈലുകൾ കഴിഞ്ഞ ദിവസം അയച്ചു എന്ന് പറഞ്ഞു. ശരിക്കും തീക്കൊള്ളി കൊണ്ടുള്ള ഒരു തലചൊറിച്ചിലായി മാറുകയല്ലേ ഇത്? അല്ല, സത്യത്തിൽ ഇറാൻ അതറിയാം. ഇറാൻ സത്യം പറഞ്ഞാൽ ഇപ്പോൾ ഇറാന് ചെകുത്താനും കടലിനും ഇടയിലാണ്. ഇറാൻ ഇന്നലെ വരെ ഉണ്ടാക്കി വെച്ചൊരു ഇമേജ് ഉണ്ട്. ഞങ്ങൾ അമേരിക്കക്ക് പോലും എതിരാണ്, ഞങ്ങൾ ഇസ്രായേലിനും എതിരാണ്, ഇസ്രായേലിനോട് ഞങ്ങൾ ഐക്യപ്പെടുകയില്ല, എന്ത് വില കൊടുത്തും ഞങ്ങൾ അവരെ തകർക്കും, ഇസ്രായേലിലെ സകല തീവ്രവാദികൾക്കും ഫലസ്തീനിലെ സകല പോരാളികൾക്കും ആരും പിന്തുണയില്ലെങ്കിലും ഞങ്ങൾ ഉണ്ടാവുമെന്ന് പറഞ്ഞു വന്നൊരവസ്ഥയുണ്ട്. സൗദി അറേബ്യയെ പോലും നേരിടാൻ ഞങ്ങൾക്ക് പറ്റും എന്ന്, ന്യൂക്ലിയർ വാർ പോലും ഞങ്ങൾക്ക് നടത്താൻ പറ്റും എന്നൊക്കെയുള്ള വലിയ ബോസ്റ്റിംഗ് അവർ നടത്തിയിട്ടുണ്ട്. അതെ. ഇന്നിപ്പോൾ ഉള്ള ഒരവസ്ഥ, ഇസ്രായേൽ ഈ വലിയ പൊങ്ങച്ചൊന്നും പറയാൻ പോയില്ലെങ്കിലും സമർത്ഥമായി ഞെട്ടിക്കുന്ന വളർച്ച നേടിയിട്ടുണ്ട്. സൈനികമായിട്ടും സാങ്കേതികമായിട്ടും ചാരപ്രവൃത്തിയിലുമൊക്കെ. അത്ഭുതകരമായൊരു കാര്യം, ലോകത്തിലെ എല്ലാ രാജ്യങ്ങളുടെയും ചാര സംഘടനയിൽ നുഴഞ്ഞു കയറാൻ പലർക്കും സാധിച്ചിട്ടുണ്ട്. ഇസ്രായേലിൻ്റെ മൊസാദിൽ ഇന്ന് വരെ ആരും നുഴഞ്ഞു കയറിയിട്ടില്ല. അത്ര സമയം മാത്രമല്ല, ഒരു ദേശീയ രാഷ്ട്രം എന്ന നിലയിൽ മഹാശൂന്യതയിൽ നിന്ന് ജൂതനായി പിറന്നതിൻ്റെ പേരിൽ മാത്രം ലക്ഷക്കണക്കിന് ജൂതന്മാരെ കൊല്ലപ്പെട്ട അനുഭവത്തിൽ നിന്ന് അവർക്കുണ്ടായി തീർന്ന ഒരു ദേശീയതയുണ്ട്. എന്നിട്ട് അവർക്ക് കുടിയേറി പാർക്കാൻ കൊച്ചു രാജ്യം UN കൊടുത്തതാണ്. ആ രാജ്യത്തെ ആദ്യം അവർ ശക്തിപ്പെടുത്തി, ഇനി അവർ വിപുലപ്പെടുത്തും. ആ രാജ്യത്തിൻ്റെ എക്സ്പാൻഷൻ അവരുടെ അജണ്ടയാണെന്ന് ഞാൻ വിചാരിക്കുന്നു. അതുകൊണ്ട് ഇറാനെ കഴിഞ്ഞ ദിവസം ഒരു സ്റ്റേറ്റ്മെൻറ്റ് വന്നത് കണ്ടോ? ഇറാൻ പൗരന്മാരോട് നെതന്യാഹു നേരിട്ട് സംസാരിക്കുകയാണ്. നിങ്ങൾ ഞങ്ങളുടെ സഹോദരങ്ങളാണ്. പേർഷ്യയും ഇസ്രായേലും തമ്മിൽ ചരിത്രപരമായ ബന്ധങ്ങളുണ്ട്. അതുകൊണ്ട് നിങ്ങളുടെ സുരക്ഷയും നിങ്ങളുടെ വെൽഫെയറും ഞങ്ങൾക്ക് താല്പര്യമുണ്ട്. എന്നാൽ നിങ്ങളുടെ ഭരണകൂടത്തിൻ്റെ അറിവോടുകൂടി നടക്കുന്ന തീവ്രവാദ പ്രവർത്തനങ്ങൾക്ക് ഞങ്ങൾ എതിരാണ്. അതിന് ഞങ്ങൾ തിരിച്ചടിച്ചു എന്ന് വരും എന്ന് പറഞ്ഞാൽ എന്താ? ഇറാന് നേരെ ഒരു ആക്രമണം നടക്കും. ഇതുവരെ നടത്തിയിട്ടില്ല കേട്ടോ. ആദ്യമായിട്ടാണ് ഇസ്രായേൽ ഇപ്പോൾ ഈ പരമ്പരയിൽ നടത്തുന്നത്. കാരണം ഇസ്രായേൽ കഴിഞ്ഞ ഏപ്രിൽ മിസൈൽ വർഷിച്ചതാണ്. അതെ, ചീറ്റിപ്പോയി. എല്ലാം ആകാശത്ത് വെച്ച് തന്നെ നശിപ്പിച്ചു. ഇറാന്റെ മിസൈലുകൾ തകർത്തു. ഇപ്പൊ 200 എണ്ണം അയച്ചില്ലേ? ഇന്നലെ രാത്രി 200 എണ്ണം. ഇസ്രായേലിലെ ഒരു സുഹൃത്ത് രാത്രി അയച്ച മെസ്സേജ് അനുസരിച്ച് അവരോട് 1 മണിക്കൂർ അവരോട് പറഞ്ഞു, ഇതാ
മിസൈലുകൾ ചിലത് വരുന്നുണ്ട്, എല്ലാം ആകാശത്ത് വെച്ച് നമ്മൾ തകർക്കുന്നുണ്ട്, എന്നാലും ചിലത് വീണേക്കാം, നിങ്ങൾ ബംഗാറിലേക്ക് പോകണം. 1 മണിക്കൂർ കഴിഞ്ഞപ്പോൾ തിരിച്ച് മെസ്സേജ് വന്നു, ഡോൺ വെറി, എവറിത്തിങ് ഈസ് ഫൈൻ. അപ്പോൾ എന്താ അതിൻ്റെ അർത്ഥം? 1 മണിക്കൂർ കൊണ്ടാകെ ഓരോ മിസൈൽ കൊണ്ട് ഒരാൾ പോലും മരിച്ചില്ലല്ലോ, ഒരാളെ പോലും കൊല്ലാൻ കഴിഞ്ഞില്ല. എന്നാൽ സൂക്ഷിച്ചിരിക്കേണ്ട ഒരു കാര്യം ഇസ്രായേലിന് അറിയാം, അവിടെ ഇപ്പോഴും ഏതൊക്കെയോ വഴിയിൽ ചാവേറുകൾ ആൾക്കൂട്ടത്തിൽ ഉണ്ടാവണം. അവർ നടത്തിയ വെടിവെപ്പിലാണ് 6 പേരെങ്ങാണ്ട് അവിടെ മരിച്ചത്. ഇതാണ് സ്ഥിതി. ഇറാന് നേരെ ഇസ്രായേൽ ആക്രമണം നടത്തും. ഇറാൻ ചെറുത്ത് നിൽക്കുന്ന നഷ്ടക്കച്ചവടമായിരിക്കും ഇറാനും അറിയാം. എങ്കിലും ഇസ്രായേൽ ഏകപക്ഷീയമായി ഇറാനെ ആക്രമിക്കുമെന്ന കാര്യത്തിൽ തർക്കം വേണ്ട. എപ്പോൾ എന്ന് മാത്രം ചോദിച്ചാൽ മതി. തിരിച്ചടിക്കുന്നവർ പറഞ്ഞിട്ടുണ്ട്, പറഞ്ഞില്ലെങ്കിലും ചെയ്യും. എന്തിനാണ് ആക്രമിക്കുന്നത്? അതാണ് പുതിയ കാലത്തെ ഒരു ചോദ്യം. ആക്രമിക്കുന്നത് ഇറാനെ പേടിപ്പിച്ചിട്ട് ഇനി ഒരു ആക്രമണം നടത്താതിരിക്കാൻ വേണ്ടി മാത്രമല്ല, ഇറാനെ വരുതിയിൽ നിർത്താനും വേണ്ടി വന്നാൽ ഇറാനിൽ ഒരു അധിനിവേശം പോലും, ഇസ്രായേൽ അധിനിവേശം, ആ പ്രദേശത്ത് സംഭവിക്കാൻ പോകുന്ന വലിയ മാറ്റമാണ്. എന്ന് വെച്ചാൽ പരോക്ഷവും പ്രത്യക്ഷവുമായിട്ട് അമേരിക്കയുടെ ഒരു പിന്തുണയും കൂടെ ഉണ്ട്. അവർക്ക് ഇറാനെ അവിടെ നിലക്ക് നിർത്തേണ്ടത് ആവശ്യമാണല്ലോ. ആവശ്യമുണ്ട്. കാരണം അതിന് ഇന്നലെ വരെ ഈ അമേരിക്ക സ്വീകരിച്ചൊരു സ്ട്രാറ്റജി ഉണ്ട്, വലിയ സമാധാനത്തിൻ്റെ വെള്ളരിപ്രാവ്. എന്താണെന്ന് വെച്ചാൽ അമേരിക്കക്ക് യുദ്ധം കൊണ്ട് പഠിച്ചവരാണ് അവർ, യുദ്ധം കൊണ്ട് മുറിവേറ്റവരാണ്. ലോകത്തിലെ എല്ലാ യുദ്ധവും നയിച്ചിരുന്നവരാണ്. യുദ്ധം നയിക്കുകയും അമേരിക്കൻ പട്ടാളക്കാർ ലോകരാജ്യങ്ങളിലൊക്കെ പോയി യുദ്ധം ചെയ്യുകയും ദീർഘകാലം പട്ടാളക്കാർ ആ രാജ്യത്തിൻ്റെയൊക്കെ സുരക്ഷ ഏറ്റെടുക്കുകയും അവർ തന്നെ പോയി തകർത്ത രാജ്യങ്ങളുടെ നിർമ്മാണ കമ്പനികളുടെ ലാഭം മുഴുവൻ അവർ ഏറ്റെടുക്കുകയൊക്കെ ചെയ്തിരുന്ന പല മുഖങ്ങളിൽ അമേരിക്കയുടെ അധിനിവേശം ഉണ്ടായിരുന്നു ലോകത്ത്. അമേരിക്കക്കകത്ത് ആഭ്യന്തരമായി ആദ്യം അവർ നേരിട്ടത്, ഞങ്ങളുടെ മനുഷ്യരെ കൊണ്ടുപോയി ഈ ഭരണകൂടത്തിൻ്റെ അതിമോഹങ്ങൾക്ക് വേണ്ടി കൊല്ലുന്നു എന്നാണ്. ഇനി യുദ്ധം നയിക്കാൻ അമേരിക്കൻ ഗവൺമെൻറ് താല്പര്യമില്ല. സാമ്പത്തികമായ തകർച്ചയുണ്ട്, അവിടെ തന്നെ വംശീയമായ പ്രശ്നങ്ങളുണ്ട്, കുടിയേറ്റക്കാരും നേറ്റീവ്സും തമ്മിലുള്ള ഇഷ്യൂസ് ഉണ്ട്. അതുകൊണ്ട് അമേരിക്ക യുദ്ധത്തിനെതിരാണ് എന്നൊരു ചിത്രം കൊണ്ടുവന്നിട്ടുണ്ട്. പക്ഷേ ഇപ്പോൾ അമേരിക്കയ്ക്ക് ന്യായം കിട്ടി. ഇറാൻ 2ാം തവണയും ഇസ്രായേലിന് നേരെ ആക്രമണം നടത്തിയതോടുകൂടി അമേരിക്ക പ്രത്യക്ഷമായി ഇസ്രായേലിനെ പിന്തുണച്ചുകൊണ്ട് രംഗത്ത് വന്നു. കാരണം ഇറാൻ അവരുടെയും ശത്രുവാണ്. ഈ സമയത്ത് നമ്മൾ ഓർക്കേണ്ട കാര്യം, കഴിഞ്ഞ 1 കൊല്ലമായി നിരന്തരമായി ഏകപക്ഷീയമായ യുദ്ധം ഇസ്രായേൽ ആ മേഖലയിൽ നയിക്കുമ്പോഴും ഒറ്റ അറബ് രാജ്യവും വേണ്ടിയിട്ടില്ല. ഒരു അറബ് രാജ്യവും ഇസ്രായേലിനെ ചെറുക്കാൻ മുന്നോട്ട് വന്നിട്ടില്ല. അതിനും കൂടി ഒരു കാരണം കൂടിയുണ്ട്. ഈ അറബ് രാജ്യങ്ങളിൽ മഹാഭൂരിപക്ഷവും സുന്നി മുസ്ലിം രാജ്യങ്ങളാണ്. ഷിയ മുസ്ലിം രാജ്യം എന്ന് പറയാൻ ഒരേ ഒരു ഇറാനേ ഉള്ളൂ. ആത്യന്തികമായി ഈ ഷിയ തീവ്രവാദവും ഷിയ ഭരണകൂടവും ഈ രാജ്യങ്ങളുടെയും ആഭ്യന്തര സുരക്ഷയ്ക്ക് ഭീഷണിയാണെന്ന് അവർക്കറിയാം. അതുകൊണ്ട് ഇറാനെ നിലക്ക് നിർത്തുക എന്നത് പടിഞ്ഞാറൻ രാജ്യങ്ങളുടെ മാത്രമല്ല അറബ് രാജ്യങ്ങളുടെയും കൂടി താല്പര്യമാണ്. ഒരു പക്ഷേ ഹൂത്തികളെ മുൻനിർത്തി ഇസ്രായേൽ പോയി യമൻ കൈയടക്കി എന്ന് വെച്ചോളൂ, കാര്യമായ ചെറുത്തുനിൽപ്പുണ്ടാവില്ല. ഇറാനെ ആക്രമിച്ച് ഇറാൻ കൈയടക്കിയാൽ, ഇറാൻ എളുപ്പമല്ല എങ്കിൽ പോലും അത് അത്രയേറെ. പക്ഷെ എന്നാലും ഇറാൻ ജനതയോട് ഇസ്രായേൽ ഒന്ന് ആലോചിച്ച് നോക്കൂ, പണ്ട് ഇസ്രായേലിനെ ഇവരെല്ലാവരും കൂടി വളഞ്ഞിട്ട് ആക്രമിക്കുമ്പോൾ ചെറുത്ത് നിൽക്കാൻ ഇസ്രായേൽ അമേരിക്കയുടെയൊക്കെ സഹായം തേടിയിട്ടുണ്ട്. അതായിരുന്നു പണ്ട്. ഇപ്പോൾ ഇസ്രായേൽ കയറി ആ പ്രദേശം മുഴുവൻ മെയ്യാണ്. ഇതാണ് സ്ഥിതി. അതുകൊണ്ട് ഇസ്രായേൽ ഒരു പുതിയ അധിനിവേശത്തിൻ്റെ പടയോട്ടം തുടങ്ങിയിരിക്കുന്നു എന്ന് വേണം പറയാൻ. ഇറാൻ ഇഷ്ടപ്പെട്ടാലും ഇല്ലെങ്കിലും ഇറാൻ ഇപ്പോൾ ഒരു യുദ്ധം ആഗ്രഹിക്കുന്നു എന്ന് ഞാൻ കരുതുന്നില്ല. അവർ തന്നെ ഉണ്ടാക്കി വെച്ച ഇമേജ് നിലനിർത്താൻ വേണ്ടി ഇടയ്ക്ക് ഈ മിസൈലുകൾ ഇസ്രായേലിൽ എത്താൻ പോകുന്നില്ല എന്ന് അവർക്കറിയാം. എന്തായാലും നമുക്ക് കാത്തിരിക്കാം അല്ലേ? തീർച്ചയായിട്ടും. ഇപ്പോൾ സംഭവിക്കുന്നത് ഇറാന് നേരെ ഇസ്രായേൽ ഒരു ആക്രമണം നടത്തും. അത് ഉണ്ടാക്കാവുന്ന പ്രത്യാഘാതങ്ങൾ അതിനുശേഷം നമുക്ക് വിലയിരുത്താവുന്നതേ ഉള്ളൂ. അതിന് വലിയ ലക്ഷ്യങ്ങൾ, ഒന്നിലേറെ ലക്ഷ്യങ്ങൾ അതിനുണ്ട് എന്നതാണ് ഇപ്പോൾ നമുക്ക് പറയാവുന്നത്. യെസ്. കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ ABC മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ബട്ടണും അമർത്തുക.